നമസ്കാരം. 3 ദിവസം കൊണ്ട് യുദ്ധം തീർക്കാമെന്ന് പറഞ്ഞാണ് അമേരിക്ക ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങിയത്. യുദ്ധം ശക്തമായി പോയി. ഇറാൻ തിരിച്ചടിച്ചു. യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പതിയെ പിൻവാങ്ങി. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇറാനെ ഒറ്റപ്പെടുത്തണം. ഇറാനെതിരെ സാമ്പത്തിക യുദ്ധമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് സാമ്പത്തിക യുദ്ധം ചെയ്യണമെന്നാണ്. ഒട്ടും വൈകിയില്ല. തിരിച്ച് ഇറാന് മുന്നറിയിപ്പ് വന്നു. US സൈന്യത്തെയോ US സഹായിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ലോകശക്തികളായ അമേരിക്കയെ പോലും വിറപ്പിക്കാൻ തക്കവണ്ണത്തിൽ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. എന്താണ് ഈ യുദ്ധമുന്നണിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അടുത്തിടയ്ക്കായിട്ട് 2 സംഭവവികാസങ്ങൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനകത്ത് ഗൾഫ് മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ടെൻഷൻസിൽ പ്രധാനമായിട്ട് 2 സംഭവവികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, അമേരിക്കയുടെ സൈന്യത്തെ സഹായിച്ചാൽ ശക്തമായ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങൾ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മറ്റൊന്ന്, ഇറാനെ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് അമേരിക്ക മുന്നിൽ വയ്ക്കുന്നത്. അതായത് ഒരു വമ്പൻ സാമ്പത്തിക യുദ്ധം ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. അത് ഇപ്പോൾ തന്നെ സാമ്പത്തിക ഉപരോധമുണ്ട്. ഇക്കാര്യം എല്ലാവർക്കും അറിയാം. ഇറാന് പ്രോപ്പറായിട്ട് അവരുടെ ക്രൂഡ് ഓയിൽ വെളിയിൽ വയ്ക്കാൻ പറ്റുന്നില്ല, അവർക്ക് പലതും വാങ്ങാൻ പറ്റുന്നില്ല, പല പല ഉപകരണങ്ങളും വാങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇറാനെ നിലവിൽ സഹായിക്കുന്നത് പ്രധാനമായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ്. മറ്റ് പല രാജ്യങ്ങളുടെ ഹെൽപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. പാകിസ്ഥാനായിട്ട് നേരിട്ട് തൊട്ടടുത്ത അതിർത്തിയുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പാകിസ്ഥാനായിട്ട് ബന്ധപ്പെടുത്തി അവർ ചെയ്യുന്നുണ്ട്. ടർക്കിയായിട്ട് മികച്ച ബന്ധമുള്ളതുകൊണ്ട് ടർക്കിയായിട്ട് ഒത്തിരി ഇടപാടുകളുണ്ട്. ചില ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചില സഹകരണങ്ങൾ നേരിട്ടില്ല എങ്കിൽ പോലും അവരിപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇറാനെ അമേരിക്ക പറയുന്ന പോലെ, ട്രംപ് പറയണ പോലെ ഒരു സമാധാന കരാറിലേക്ക് അല്ലെങ്കിൽ ഡീലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ സാമ്പത്തികമായിട്ട് ഞെരുക്കാനുള്ള പദ്ധതിയാണ് അമേരിക്ക ആവിഷ്കരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. ഇറാൻ്റെ കറൻസിയുടെയൊക്കെ വില ഒത്തിരി ഇടിഞ്ഞു പോയിട്ടുണ്ട് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുന്നതോടെ. പക്ഷേ ഇറാൻ ജനത ആത്മാഭിമാനത്തോട് ശക്തമായിട്ട് പിടിച്ചു നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ആവശ്യ മരുന്നുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് അവിടെ ഉണ്ട്. അവിടെ കൃഷി ചെയ്യുന്നതും കൂടാതെ പുറത്തുനിന്ന് വരുത്തുന്നതുമായിട്ട് ചുരുക്കത്തിൽ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന പലതും അവിടെ തന്നെയുണ്ട്. അതിലും പ്രധാനമാണ് അവർക്ക് യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ തന്നെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്. റഷ്യയായിട്ടും ചൈനയായിട്ടും മികച്ച ബന്ധമുള്ളതുകൊണ്ട് ഈ 2 വഴിക്കും അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ലഭിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഒരു സമ്പൂർണ്ണമായ സാമ്പത്തിക ഉപരോധം. സമ്പൂർണ്ണ സാമ്പത്തിക ഉപരോധം എന്ന് പറയുമ്പോഴത്തേക്കും ഇറാൻ മറ്റ് രാജ്യങ്ങളുമായി എങ്ങനെയാണ് ഇടപാടുകൾ നടത്താൻ പറ്റുക അതിനെ ഓൾമോസ്റ്റ് വിലക്കിക്കൊണ്ടാണ്. ഈ സമ്പൂർണ്ണ സാമ്പത്തിക ഉപരോധത്തിൽ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിലക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അമേരിക്ക നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ 10-12 യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിന് വെളിയിലായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ ഉപരോധമുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാനല്ലാതെ ഇക്കാര്യത്തിന് വേറെ കാര്യങ്ങളില്ല. അല്ലെങ്കിൽ ഇറാനിലേക്ക് ആയുധഭാഗങ്ങൾ വരുന്നത്, ചൈനയിൽ നിന്നൊക്കെ വരുന്നത് തടയുക, ഇത്തരം ഉദ്ദേശങ്ങളാണ്. ഇറാനിയൻ തുറമുഖങ്ങളെ ഉപരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഉപരോധം തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിലപാടാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കണം, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ മേഖലയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞു. അവിടെ പ്രശ്നങ്ങളായി കഴിഞ്ഞു. പകരം USS ജോർജ് വാഷിങ്ടൺ അങ്ങോട്ട് വരുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു യുദ്ധക്കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. അതിനുള്ളിൽ ഒത്തിരി പ്രശ്നങ്ങളായി. അവർ അനേകം നാളുകളായിട്ട് കടലിൽ തന്നെയാണ്. ഇടയ്ക്ക് ഡോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലെ സൈനികർക്കിടയിൽ മാനസിക സമ്മർദ്ദം വളരുന്നു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു യഥാർത്ഥ അവസ്ഥയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനമാണ് അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടപ്പാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്. ചൈനയാണെങ്കിൽ ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാനെതിരെ വേണ്ടത് സാമ്പത്തിക ഉപരോധമല്ല എന്നുള്ള നിലപാട് ചൈന എടുത്തിട്ടുണ്ട്. ഇറാൻ പറയുന്നത് അമേരിക്ക ഇപ്പോഴെങ്കിലും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്തിരിയുക, ഒരു സമാധാന കരാർ നിതാന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അത് ഈ സമയത്ത് വേണം ചെയ്യാൻ. കാരണം ഇത് ഇറാനൊരു മേൽക്കൈയുള്ള സമയമാണ്. അതുകൊണ്ട് ആ രീതിക്ക് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ള, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ള ഒരു കരാറല്ല ഇറാൻ താല്പര്യപ്പെടുന്നത്. മറിച്ച് ഇറാൻ്റെ അന്തസ്സും ആത്മാഭിമാനവും നിലനിർത്തിക്കൊണ്ട്
ഇറാൻ്റെ മണ്ണിൽ ഇറാൻ്റെ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് ഇറാൻ മറ്റു രാജ്യങ്ങളുമായിട്ട് കച്ചവടങ്ങൾ നടത്താനുള്ള, കറൻസി ഇടപാടുകൾ നടത്താനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട്, അതായത് തീർത്തും എന്താണോ ഇറാൻ രാജ്യം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അന്തസ്സും അഭിമാനം എന്താണ് അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കരാറ് എന്നുള്ളതാണ് ഇറാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതിലേക്കാണ് എത്തേണ്ടത്. ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അമേരിക്കയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനിൽ നിന്നുള്ള ഓയിൽ അമേരിക്കൻ കമ്പനികൾ വഴി ലോകം മൊത്തം വിൽക്കുക എന്നുള്ളതാണ്. ട്രംപിൻ്റെ കുടുംബം വരെ ചിലപ്പോൾ അതിൽ പങ്കാളികളായി എന്ന് വരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ്. അതായത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനാകെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഊർജ്ജത്തിൻ്റെ വിപണി എപ്പോഴും അവരുടെ കയ്യിലായിരിക്കണം. എങ്കിൽ മാത്രമേ ധനം അവരുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. ഈ ലോകത്ത് ആർക്കും ഊർജ്ജം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഊർജ്ജം ഏത് രൂപത്തിലായാലും വിൽക്കേണ്ടത് അവരായിരിക്കണം. ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിലാണ് ഊർജ്ജം മറ്റ് നാടുകളിൽ വിൽക്കപ്പെടുന്നതെങ്കിൽ അത് അതാത് രാജ്യത്ത് പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അതിനോട് അവർക്ക് നിലവിൽ കാര്യമായിട്ട് അവരുടെ താല്പര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ വന്നിട്ടില്ല. കാരണം അതിനേക്കാളും മികച്ച ഇൻകമാണ് പെട്രോളിയം എന്നുള്ള ഇന്ധനം വഴി അവർക്ക് ലഭിക്കുന്നത്, അതിൻ്റെ കച്ചവടം വഴി ലഭിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ എണ്ണ അവർക്ക് ലോകമാസകലം വിപണനം ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെനിസ്വേല, ഇറാൻ, റഷ്യ ഇവർ 3 പേരും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം സ്വാതന്ത്ര്യപ്രകാരം എണ്ണ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റിനെ വരെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. ഇന്ന് അവിടുത്തെ എണ്ണ വിപണി അമേരിക്ക നിയന്ത്രിക്കുകയാണ്. റഷ്യയുടെ ഇറാൻ്റെയും വിപണി നിയന്ത്രിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എണ്ണ വിൽപ്പനയെ അമേരിക്കയുടെ കയ്യിൽ ഒതുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിൻ്റെ ഭാഗമാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം, അല്ലാതെ വേറൊന്നുമല്ല. അമേരിക്ക എണ്ണ വിൽക്കണം. പക്ഷേ ഇത്ര നാൾ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. ലോകത്തെ എണ്ണവില കൂടുന്നു, പ്രതിസന്ധി കുറയുന്നില്ല, വർദ്ധിക്കുന്നേ ഉള്ളൂ. ഈ അവസ്ഥയിലാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഒരു ഇപ്പോൾ ഉള്ളതിനേക്കാൾ കടുത്ത ഒരു സാമ്പത്തിക ഉപരോധത്തിലേക്ക് അമേരിക്ക കടക്കുമോ? കടന്നാൽ അത് ലോകത്തെ എങ്ങനെയൊക്കെ ബാധിക്കും, ഇറാനെ എങ്ങനെയൊക്കെ ബാധിക്കും? ഇറാനിയൻ ജനതയ്ക്ക് കിട്ടാനുള്ള അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ട മാനുഷികമായിട്ടുള്ള സഹായങ്ങളാണ് ഭക്ഷണം, അതുപോലെ വസ്ത്രങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് അടിസ്ഥാനപരമായിട്ട് എന്ത് വേണോ അതവിടെ ലഭിക്കണം. ഇത് ലഭിക്കുന്ന തടസ്സം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് വേണ്ടുന്ന ഗോതമ്പും അരിയും മരുന്നും ഒക്കെ ഇന്ത്യയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. ഇന്ത്യയിൽ നിന്ന് ധാരാളം അങ്ങോട്ട് പോകുന്നു. അതിനു വേണ്ടി തന്നെ ഇന്ത്യ ഇറാനിലൊരു തുറമുഖം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇന്ത്യയിലേക്ക് എണ്ണ വിപണനം ചെയ്യാൻ ഇറാനും താല്പര്യമുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ആ തുറമുഖത്തൊക്കെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് ഇറാൻ ലഭിക്കുന്ന മാനുഷികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിന്നു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പരിധിവരെ നിന്നു പോകാൻ സാധ്യതയുണ്ട്. സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് വേണമെങ്കിൽ അമേരിക്കയെ ഇറാനെ വിലക്കാൻ പറ്റും. സ്വിഫ്റ്റ് ചില കാര്യങ്ങളിൽ വിലക്കിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിലും ഗുരുതരമായ മറ്റൊന്ന്, അമേരിക്കയുടെ വിലക്കുകൾ നിലനിൽക്കുമ്പോഴും വേറെ രാജ്യങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ട്. റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, മറ്റു പല രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെയും കൂടി ഉപരോധ പരിധിപ്പെടുത്താൻ, അതായത് ഏതൊക്കെ അതാത് രാജ്യങ്ങളിലെ ഏതൊക്കെ സ്ഥാപനങ്ങളാണോ ഇറാനെ സഹായിക്കുന്നത് അതാത് സ്ഥാപനങ്ങൾക്ക് മേലെ ഉപരോധം. അത് ചിലപ്പം സ്വിഫ്റ്റിൽ ഈ രാജ്യങ്ങളെ വിലക്കുന്നത് ഉൾപ്പെടെ വരാം. ഇത്തരം കാര്യങ്ങളിലേക്ക് വരാം. സമ്പൂർണ്ണ ഉപരോധം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത്തരം സമ്പൂർണ്ണ ഉപരോധം യഥാർത്ഥത്തിൽ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത്തരം ഉപരോധം വന്നാൽ ആ ഉപരോധത്തിൻ്റെ വിലക്ക് നീളാൻ പോകുന്നത് ഇറാൻ്റെ നേരെ മാത്രമല്ല, പല ലോകരാജ്യങ്ങളുടെയും മേലെയാണ്. അത് അമേരിക്കയും മൊത്തത്തിൽ ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നശിക്കാനേ ഇടയാക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ ലോകം മുഴുവൻ വീണ്ടും അമേരിക്കയെതിരാവും. മാത്രമല്ല അമേരിക്കയിൽ പ്രതിസന്ധി ഇപ്പോൾ തന്നെ വർദ്ധിക്കുകയാണ്. എണ്ണവിള വില അവിടെ കുറഞ്ഞിട്ടില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടില്ല, പുതിയ താരിഫ് കാരണം വീണ്ടും വില കൂടുതലാണ്. ഇത്തരം അവസ്ഥയിൽ ട്രംപിൻ്റെ പാർട്ടി ഈ വരുന്ന ഇലക്ഷനിൽ ജയിക്കുന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അതായത് ട്രംപിന് കളി കളിക്കാനൊക്കെ ഈ വരുന്ന ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ വരെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ അമേരിക്കൻ ജനാധിപത്യം ട്രംപിന് ചെയ്തു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അവർ ചിലപ്പം അവിടുത്തെ സഭകൾ, നിയമനിർമ്മാണ സഭകൾ ട്രംപിൻ്റെ ഏത് തീരുമാനത്തെയും എതിർത്ത് തോൽപ്പിച്ചു എന്നും വരാം. അതിനുശേഷത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിക്കാവും. പ്രസിഡന്റ് പദവി അവസാനിക്കണം വരെ ചിലപ്പം കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ ഒരു ജഡത്വം പ്രാപിച്ച അവസ്ഥയിൽ ട്രംപിന് പ്രവർത്തിക്കേണ്ടി വരും. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ മുഴുവൻ സാമ്പത്തിക വിനിമയത്തെ ഇത് ബാധിക്കുകയും ചെയ്യും, ഇല്ല എന്നല്ല. അപ്പോൾ അതുകൊണ്ട്
കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി ലോകത്ത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ട്രംപിന് സാധിക്കുമോ? അത് ഒരു പരിധി വരെ ഇല്ല എന്നാണ് ഉത്തരം. രണ്ടാമത്തെ കാര്യം, ട്രംപ് ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒന്നുകിൽ യഥാർത്ഥത്തിൽ ഉപരോധം നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ട്രംപിൻ്റെ പൊതുവിൽ മാനസിക നിലയിൽ ലോകത്തെല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലത്തെ ഉപരോധമൊക്കെ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നം വന്നാൽ പോലും നടപ്പിലാക്കിയെന്ന് വരാം. ചിലപ്പോൾ അത് ഈ കുറച്ച് നാളായിട്ട് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചിരിക്കുകയായിരുന്നു, ഷെയർ ട്രേഡിൻ്റെയൊക്കെ. അപ്പം ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എണ്ണ വിപണിയിലെ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കുക, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഓഹരി വിപണിയിലും ചലനങ്ങൾ ഉണ്ടാക്കുക, വിപണിയെ തകർക്കുക, വീണ്ടും ഉയർത്തിയെടുക്കുക, തകർക്കുക. ഇത് തന്നെ. ഇതിൽ നിന്ന് ആരൊക്കെയോ ലാഭം ഉണ്ടാക്കുന്നു, അതിൻ്റെ എല്ലാം വിഹിതം ട്രംപിന് കിട്ടുന്നേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊന്നാവാം. അതല്ലെങ്കിൽ സമ്പൂർണ്ണമായൊരു പിന്മാറ്റത്തിൻ്റെ സൂചനയാകാം. ട്രംപ് ഒരിക്കലും ഞാൻ പിന്മാറാമെന്നിട്ട് പിന്മാറില്ല, പകരം ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും പിന്മാറുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, എത്ര നാൾ അമേരിക്കൻ സൈന്യത്തെ ഗൾഫിൽ നിർത്താൻ ട്രംപിന് സാധിക്കും എന്നുള്ള ചോദ്യമാണ്. അത് ആ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ട്രംപ് ഒരു സമ്പൂർണ്ണ പിന്മാറ്റത്തിനായിരിക്കും ഒരുങ്ങുന്നത്. അത് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് പിന്മാറാൻ ട്രംപിന് ഇഷ്ടാവില്ല, അതൊരിക്കലും ചെയ്യില്ല. അതിന് പകരം തോറ്റോടേണ്ടി വന്നാലും ഞാൻ വിജയിച്ചേ എന്ന് മാത്രമേ ട്രംപ് പറയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് വലിയ സാമ്പത്തിക വിരോധം വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു പിന്മാറ്റം വരാം. സാമ്പത്തിക വിരോധം ഇറാന് മേലിൽ ചുമത്തിക്കൊണ്ടുള്ള പിന്മാറ്റം വരാം, ചുമത്താതെയുള്ള പിന്മാറ്റം വരാം. പിന്മാറ്റത്തിനും ചില സാധ്യതകളുണ്ട്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. ഒറ്റ ഉത്തരമല്ല, പല ഉത്തരങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രംപ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സൈന്യത്തെ ഇപ്പോൾ ട്രംപിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം USS എബ്രഹാം ലിങ്കണിന് സംഘർഷം ഉണ്ടായി, 7ഓളം പേര് കൊല്ലപ്പെട്ടു, കുറേ പേര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടലിൽ ചാടിയവരെയൊക്കെ പൊക്കിയെടുത്തു, കപ്പലിലുള്ള സംഘർഷങ്ങളുണ്ടായി, പരിക്കേറ്റവർ വേറെയുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇത് ഒരു ഷിപ്പിൽ ഈ വിഷയം ഉണ്ടായി എന്നുള്ളത് ലോകത്തിന് വെളി വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റ് ഷിപ്പുകളിൽ ഇത് ഉണ്ടായിക്കൂടെ? ഷിപ്പിൽ മാത്രമല്ല, ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്ന കരസൈന്യത്തിൽ ഉണ്ടായിക്കൂടെ? ഇത്രയും നാളും ഈ യുദ്ധ പ്രഖ്യാപനം ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണം തൊട്ടിട്ടുന്നവരെ അമേരിക്കൻ മിലിറ്ററിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യവും ഗൾഫിൽ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇറാൻ യുദ്ധത്തിൽ സംഭവിച്ചിട്ടില്ല. പകരം അപമാനം മാത്രമേ ഉള്ളൂ. ഇത് ഇക്കാര്യം തന്നെ പട്ടാളക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. 2, അനേകം US പട്ടാളക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കൊല്ലപ്പെടാൻ വേണ്ടി അവിടെ കിടക്കുകയാണോ എന്നൊരു ചോദ്യം അമേരിക്കൻ പട്ടാളക്കാർക്കിടയിൽ ഉണ്ടാകും. അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പട്ടാളക്കാരനെ ഒരു പ്രദേശത്ത് വിന്യസിച്ച് എന്തിനാണ്? കൊലയ്ക്ക് കൊടുക്കാനാണോ? ദേശരക്ഷയ്ക്ക് വേണ്ടി അതിർത്തി കിടക്കണവൻ്റെ പോലല്ല, അന്യരാജ്യത്ത് പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ പോയി മരിക്കുന്നത്. അതും ആർക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം? അവൻ്റെ രാജ്യത്തിന് വേണ്ടിയാണോ? ഇത് രാജ്യത്തിന് വേണ്ടി എന്നതിനേക്കാളും ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന യുദ്ധമല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡിബേറ്റാണ്. ഇത് അമേരിക്കൻ സൈനികർക്കിടയിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ, വളരെ ഗുരുതരമായ അനുസരണക്കേടുകൾ അമേരിക്കൻ സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വരാം. എത്ര സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായി എന്ന് നമുക്കറിയാൻ വരാം. പക്ഷേ USS എബ്രഹാം ലിങ്കൺ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഷിപ്പ് സർവീസിൽ നിന്ന് മാറുകയാണ്, അല്ലെങ്കിൽ അതിനെ പിൻവലിക്കുകയാണ് എന്ന്, താൽക്കാലികമായി പിൻവലിക്കുകയാണ് എന്ന് വാർത്ത വന്നു കഴിഞ്ഞു. അത് അമേരിക്ക സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇറാനിയൻ പത്രങ്ങളിൽ വന്ന ഈ ഷിപ്പിലെ USS എബ്രഹാം ലിങ്കണിലെ കത്തിക്കുത്തിക്കൊല, ആത്മഹത്യാ ശ്രമങ്ങൾ, അതിനുള്ള സംഘർഷങ്ങൾ, അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണെന്ന് തന്നെ കരുതേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഈ കപ്പലിനെ പിന്നോട്ട് വെച്ചിട്ട് വേറൊരു കപ്പൽ അവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യം അമേരിക്കയില്ല. മറ്റേ കപ്പൽ അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇതിൽ എത്തിയായിട്ട് അറിവൊന്നും കിട്ടിയിട്ടില്ല, ഓൺ ദ വേ എന്ന് പറയണം. യഥാർത്ഥത്തിൽ ഈ ഷിപ്പിനെ മാറ്റി മറ്റൊരു പടക്കപ്പൽ അവിടെ അമേരിക്ക അവിടെ വിന്യസിക്കുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. വിന്യസിച്ചാലും എത്ര നാളത്തേക്ക്? കാരണം കപ്പലുകൾക്കുള്ളിലും കരയിലെ സൈനിക ബാരക്കുകളിലും അസംതൃപ്തിയാണ് പോകുന്നതെങ്കിൽ ട്രംപിന് പിന്നോട്ടടിക്കേണ്ടി വരും. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം അമേരിക്ക ഒരു കരയുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കരയുദ്ധത്തിന് പോലും തയ്യാറില്ലെന്ന് സൈനികർ പറഞ്ഞ് എന്ത് ചെയ്യും? മുൻപേ തന്നെ അമേരിക്കയുടെ ചില ജനറൽമാർ യുദ്ധം തെറ്റാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരെ പുറത്താക്കിയത് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത്, അയാളുടെ ഇടപെട്ട് ഇവരെല്ലാം പുറത്താക്കി. 12ഓളം ജനറൽമാർ പുറത്തായി. അതായത് ഉന്നതമായ സീനിയോറിറ്റിയുള്ള, ഉന്നതമായ പരിശീലനമുള്ള, ഉന്നതമായ യുദ്ധവൈദഗ്ധ്യമുള്ള, ഏറ്റവും ഉയർന്ന എക്സ്പീരിയൻസ് ഉള്ള, അതാണ് പറയുന്നത്, ഏറ്റവും ഉയർന്ന എക്സ്പീരിയൻസ് ഉള്ള 12ഓളം പേര് അമേരിക്കൻ സൈന്യത്തിന് വെളിയിലേക്ക് കഴിഞ്ഞു. അതായത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെ അമേരിക്ക വലിയൊരു ഷോർട്ടേജിലേക്ക് ഒറ്റയടിക്ക് പോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അപ്പം ഇതിൻ്റെ അസംതൃപ്തി ഓൾറെഡി അമേരിക്കൻ സൈന്യത്തിലുണ്ട്. അത് താഴേക്ക് പകരുകയാണ്. അങ്ങനെയെങ്കിൽ ഇറാനെ സാമ്പത്തികമായിട്ട് ഞെരുക്കും
അതായത് ഒന്നോർക്കണം, അമേരിക്ക ഇപ്പോൾ പറയുന്നത് അണുബോംബിട്ട് തകർക്കുമെന്നല്ല, ബോംബിട്ട് തകർക്കുമെന്നല്ല, ഇറാൻ്റെ ഓരോരോ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് ഇറാനെ നിശ്ചലമാക്കുന്നല്ല പറയുന്നത്. റോഡുകളും പാലങ്ങളും തകർക്കുന്നല്ല പറയുന്നത്, എയർപോർട്ടുകൾ തകർക്കുന്നല്ല പറയുന്നത്, യുദ്ധവിമാനങ്ങൾ തകർക്കുന്നല്ല പറയുന്നത്, റോക്കറ്റ് ലോഞ്ച് പാഡുകളും മിസൈൽ ലോഞ്ച് പാഡുകളും തകർക്കും എന്നല്ല പറയുന്നത്. ഭൂമിക്കടിയിരിക്കുന്ന ആണവ മെറ്റീരിയൽ എടുത്തിട്ട് പിടിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ അവയെ നശിപ്പിക്കുമെന്നോ അല്ല പറയുന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, സാമ്പത്തികമായിട്ട് ഉപരോധിക്കും എന്ന്. ഈ സാമ്പത്തികമായിട്ട് ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ സൈന്യത്തെ കൊണ്ട് നിർത്താണ്ടോ പടക്കപ്പലുകളെ വിന്യസിക്കാണ്ടോ ഒക്കെ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും സ്വിഫ്റ്റ് വിലക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ്റെ വിദ്യ ഇറാൻ്റെ സഖ്യകക്ഷികളോട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും വിലപ്പോയില്ലാന്നർത്ഥം. പക്ഷേ ഒന്നോർക്കണം, അമേരിക്കയുടെ പ്രഖ്യാപനം സാമ്പത്തികമായിട്ട് ഞെരുക്കും. വലിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനെ സമ്പൂർണ്ണമായിട്ട് തകർക്കും എന്നാണ്. അങ്ങനെ ഒന്നിലേക്ക് യുദ്ധമല്ല, സാമ്പത്തിക യുദ്ധം. റെജിം ചേഞ്ച് ഒന്നും ഇപ്പോൾ പറയുന്നില്ല, പണ്ടത്തെ ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പുറകുള്ള ചേതോവികാരം പതിയെ സൈന്യത്തെ പിൻവലിക്കാനായിരിക്കാം, കപ്പലുകളെ പിൻവലിക്കാനായിരിക്കാം. ഞങ്ങൾ വലിയ യുദ്ധത്തിലാണ്, വലിയ സാമ്പത്തിക യുദ്ധത്തിലാണെന്ന് പറയുമ്പോൾ മറ്റു തരത്തിൽ യുദ്ധം ചെയ്യാനുള്ള കഴിവുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അമേരിക്ക തുറന്ന് സമ്മതിക്കുന്നതിന് കൊണ്ട് തുല്യമാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ പിൻമാറ്റം ആഗതമായിരിക്കുന്നു എന്ന് വേണം കരുതാം. ഇപ്പോൾ ഒരു വെടിനിർത്തലിൻ്റെ നീണ്ട ഇടവേള ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഇസ്രായേൽ ലെബനനിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഇറാനെ പ്രകോപിപ്പിക്കാനൊക്കെ ധാരാളം മതി. പക്ഷേ നിലവിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാത്തതുകൊണ്ട് മാന്യതയോടെ ഇറാൻ സംയമനം പാലിക്കുകയാണ്. പക്ഷേ സംയമനമൊക്കെ മാറ്റിവെക്കാൻ തങ്ങൾക്ക് അറിയാമെന്നുള്ളത് ജോർദാനിലെ ആക്രമണത്തിൽ ഇറാൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. അത് അമേരിക്ക വലിയ അടിയായി. അതായത് ഗൾഫ് മേഖലയിലെ ഒരു അമേരിക്കൻ സൈനികൻ പോലും സുരക്ഷിതനല്ല എന്ന് കരയിലെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുമ്പോൾ തമ്മിൽ പ്രശ്നങ്ങൾ കാരണം നേവിയിലെ സൈനികർ പരസ്പരം കത്തിക്കുത്തി മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് പോലും മനസ്സിലാക്കുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇത്തരമൊരു സ്ഥിതിയിൽ അച്ചടക്കമില്ലാത്തൊരു സൈന്യത്തെ കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഒരിക്കലും ട്രംപിനാവില്ല. ട്രംപിനെന്നല്ല, ലോകത്തെ ആർക്കും ആവില്ല. ഈ അവസ്ഥയിൽ പിന്മാറ്റമാണ് ഉചിതം എന്നുള്ള വ്യക്തമായ ഉപദേശം ട്രംപിന് കിട്ടിക്കാണും. അത് സ്വയം സമ്മതിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ട്രംപ് പതിവ് വിടുവായത്തരം ഭരണകൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഇറാനെ ഇപ്പോൾ യുദ്ധം ഞെരുക്കി ഞങ്ങൾ കൊല്ലാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തിയതായിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. എന്തുവന്നാലും എന്താണ് അടുത്ത ദിവസങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ചൈന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ചൈനയ്ക്കുണ്ട്. റഷ്യയ്ക്കും അതേ നിലപാടായിരിക്കും ഉണ്ടാവുക, ഇന്ത്യക്കും അതേ നിലപാടാണ് ഉണ്ടാവുക. ഇന്ത്യ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വരുന്ന 12-13 തീയതികളിൽ ഡൽഹി നടക്കാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇറാൻ പ്രസിഡൻറ്റിനെ മോഡി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എൻട്രിക്ക് ഇന്ത്യ ഇവിടെ കളമൊരുക്കുന്നുവെങ്കിൽ, ബഹുമാന്യമായൊരു സ്വീകരണം ഇറാന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബ്രിക്സ് അംഗരാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണ അംഗീകാരത്തോടു കൂടി ഇറാനിയൻ പ്രസിഡന്റ് വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇന്ത്യ ഇറാൻ്റെ ഒപ്പം ഉണ്ട്. പക്ഷേ ഇറാൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും ദഹിക്കില്ല എന്ന് മാത്രം. അമേരിക്കയോ ഇസ്രായേലോ ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യയെപ്പോലെ രാജ്യം നിൽക്കുന്നത് ഇറാൻ്റെ ഒപ്പമാണ്. റഷ്യയും ചൈനയും എല്ലാം നിൽക്കുന്നത് ഇറാൻ്റെ ഒപ്പമാണ്. സാമ്പത്തികമായിട്ട് കൂടിയ ഉപരോധങ്ങൾ ഇറാൻ്റെ മേൽ അമേരിക്ക ചെലുത്തുന്നത് ഈ രാജ്യങ്ങളാരും തന്നെ അംഗീകരിക്കില്ല. ഒരുപക്ഷെ പരസ്യമായിട്ട് എല്ലാ രാജ്യങ്ങളും അത് പറയണമെന്നില്ല, പക്ഷെ അവരാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇറാൻ്റെ മേൽ ചെലുത്തപ്പെടുന്ന ഉപരോധങ്ങൾക്ക് മറ്റു പല രാജ്യങ്ങളുടെയും സാമ്പത്തിക ശക്തിക്ക് മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് ഇറാനുമായിട്ട് ബന്ധങ്ങളുള്ള ഒരു രാജ്യത്തിനും ഇറാൻ്റെ മേലുള്ള സാമ്പത്തിക ഉപരോധം എന്നുള്ള വാദത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡൻ്റിൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ലോകത്ത് ആരൊക്കെ ഇനി എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക യുദ്ധം നടത്താനാണോ ട്രംപ് ആഗ്രഹിക്കുന്നത് അതോ പിൻവാങ്ങാനാണോ? ഈ ചോദ്യം ബാക്കിയാണ്. പിൻവാങ്ങാനുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.